അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയ താരമാണ്. ഒപ്പം തന്നെ വിവാദങ്ങളും രേണുവിനൊപ്പമുണ്ട്. രേണു സുധിയുടെ പോസ്റ്റുകൾക്ക് താഴെ കമന്റ് രൂപത്തിലായിരുന്നു അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ താരത്തിനെതിരെ പുതിയ ആരോപണങ്ങളുമായി യൂട്യൂബർമാർ നേരിട്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഇത്തരം വിവാദങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കി എത്തിയിരിക്കുന്നത് നടനും മോഡലുമായ ഷിയാസ് കരീമാണ്. രേണു സുധിയെ 3 തവണ മാത്രമാണ് നേരിൽ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഒരു വ്യക്തിയെ അടുത്തറിയാതെ ജഡ്ജ് ചെയ്യുന്നയാളല്ല താനെന്നും ഷിയാസ് പറയുന്നു. രേണു എന്ന പുള്ളിക്കാരി എന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുപോയി. എന്റെ സഹപ്രവർത്തകനായിരുന്നു. എന്റെ ലൈഫിൽ 3 തവണ മാത്രമേ ഞാൻ രേണുവിനെ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ കോഴിക്കോട്ടെ ഒരു ഈവന്റിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ചും, പിന്നെ എൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെ വന്നപ്പോഴും, അവസാനം സുധിച്ചേട്ടൻ മരിച്ച ദിവസവും പിന്നീട് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അടുത്തറിയാതെ ജഡ്ജ് ചെയ്യാറില്ല. അവർ അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോട്ടെ. ഭർത്താവ് മരിച്ചുവെന്ന് കരുതി ഒരു സ്ത്രീ വിധവ കുപ്പായമിട്ട് വീട്ടിൽ കയറി ഇരിക്കണമെന്ന് പറയരുത്. മക്കളുണ്ടെങ്കിൽ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും അമ്മമാർ ജോലിക്ക് പോകണം. എല്ലാ അമ്മമാരും സൂപ്പർ ഹീറോസ് ആണ്. അതുപോലെ രേണു സുധിയും ഒരു അമ്മയാണ്. സുധിച്ചേട്ടന്റെ ഒരു മകൻ അവർക്കുണ്ട്. രേണുവിനോട് എനിക്ക് നല്ല ബഹുമാനം മാത്രം. ഷിയാസ് കരീമിന്റെ വാക്കുകൾ ശ്രദ്ധ നേടിയെങ്കിലും രേണുവിനെതിരെയാണ് കൂടുതലും കമന്റുകൾ. മക്കളെ പോറ്റണമെങ്കിൽ മാന്യമായ ജോലികൾ കണ്ടെത്തി ചെയ്യാമല്ലോ എന്നാണ് അവരുടെ ചോദ്യം. ക്ലീവേജും നേവലും എക്സ്പോസ് ചെയ്തുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ രേണു പങ്കുവയ്ക്കുന്നതിനോടും വലിയ രീതിയിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം രേണു മാസം ലക്ഷത്തിന് മുകളിലാണ് സമ്പാദിക്കുന്നത്. ഇടയ്ക്കിടെ രേണു നടത്തുന്ന വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി രേണുവിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യൂട്യൂബറായ ഷെഫീന ബീവി ആയിരുന്നു ആരോപണത്തിന് പിന്നിൽ. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കാരിയറായി രേണു പ്രവർത്തിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം. വിദേശത്തേക്ക് രേണുവിനെ ആളുകൾ പ്രൊമോഷനായി ക്ഷണിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ലെന്നും അവർ ആരോപിച്ചിരുന്നു. രേണു സുധിയുടെ ഭാര്യയായി വീട്ടിലേക്ക് വന്ന ശേഷം തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ പറഞ്ഞ് കൊല്ലം സുധിയുടെ മകൻ കിച്ചുവും വീഡിയോ പങ്കുവച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായിരുന്ന രേണുവിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിരുന്നു. ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പുറത്തിറങ്ങുകയായിരുന്നു രേണു. രേണു സുധി എന്ന തന്റെ പേരിൽ ഒരു ഹാഷ്ടാഗ് ഇട്ട് കണ്ടന്റ് ഇറക്കിയാൽ ഉടനടി വരുമാനമാണ് പലർക്കും കിട്ടുക എന്ന് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ രേണു അതൊന്നും കണ്ട ഭാവം നടിക്കാതെ പോകാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാൽ കമന്റിൽ വന്ന് മോശം വാക്കുകൾ പറയുന്നവർക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എടുത്ത് ചില സമയങ്ങളിൽ അവർ തക്ക മറുപടിയും നൽകും. ബിഗ് ബോസിൽ വരും മുൻപേ സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയ രേണു സുധിക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളും ഉണ്ട്.